ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യപ്രജകളായിരുന്നു സ്വായംഭുവ മനുവും ശതരൂപാദേവിയും. ആരൊക്കെയാണ്? ഇവരുടെ കഥയാണ് ഇനി 5-ാം സ്കന്ധം വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? മനസ്സിനെ കൊണ്ട് സാധന ചെയ്യിക്കാൻ. ആരെ കൊണ്ട്? ഇപ്പം മനസ്സാണ് നാമം ജപിക്കേണ്ടത്. മനസ്സാണ് നാമം ജപിക്കുന്നതിൽ മുഴുകേണ്ടത്. ഈ ശ്ലോകം നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ ദിവസം നിങ്ങൾക്ക് ഈശ്വരൻ കൂടെ ഉണ്ടതായിട്ട് ബോധ്യം വരും. ഇവർ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർക്ക് 5 മക്കളുണ്ടായി. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ആ 3 പെൺകുട്ടികളിൽ മൂത്തവളായിരുന്നു ദേവഹൂതി. ദേവഹൂതിയെ കല്യാണം കഴിച്ചു കൊടുത്തത് കർദമ പ്രജാപതിക്കാണ്. ആർക്കാണ്? കർദമനൊരു തപസ്യായിട്ടുള്ള ആളായിരുന്നു. അങ്ങനെ കർദമന് രാജകുമാരി കല്യാണം കഴിച്ചു കൊടുത്തു. അവിടെ ചെന്നപ്പോഴോ നല്ല കൊട്ടാരത്തിൽ നിന്നാണ് പോകുന്നത്. പക്ഷെ ചാണകം മെഴുകിയ തറയും സൗകര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷേ ആ പെൺകുട്ടിക്ക് യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, കർദമൻ ദാമ്പത്യ ജീവിതത്തിലേക്കൊട്ട് താല്പര്യവും കാണിച്ചില്ല. അപ്പം പെൺകുട്ടി വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് കാലം കഴിഞ്ഞു. വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കർദമൻ നോക്കുമ്പോൾ ഭാര്യ നല്ല സ്കെൽറ്റനായിരിക്കണം. തനിക്ക് വേണ്ട ശുശ്രൂഷ ചെയ്ത് പാവം സ്വന്തം കാര്യം പോലും അവർ ശ്രദ്ധിച്ചിട്ടില്ല. കർദമൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ദേവി, എനിക്ക് വേണ്ടി വലിയ കഷ്ടപ്പാടുകളൊക്കെ ചെയ്യേണ്ടത്. ദേവിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു നന്ദികേടാവും. ദേവിക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഇത് കേട്ട് ദേവി പറയാണ്, എനിക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കണം, എനിക്ക് മക്കളെ വേണമെന്ന്. എന്നാ മക്കളെ പ്രസവിക്കാനുള്ള ശരീരമുണ്ടോ? അതുമില്ല. അപ്പോൾ കർദമ പ്രജാപതി ഒരു തടാകത്തെ കാണിച്ചു കൊടുത്തു. ബിന്ദു സരസ് എന്നാണ് പേര്. എന്താണ്? ആ സരസ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദേവി ഒന്ന് പോയി മുങ്ങിക്കോളൂ എന്ന്. ദേവി മുങ്ങിങ്ങടെ എണീറ്റ് വരുമ്പോൾ അപ്സരസ്സുകൾ തോൽക്കുന്ന സൗന്ദര്യവും ആരോഗ്യവും കിട്ടിയെന്നാണ്. വ്യാസഭഗവാൻ എന്ത് ചെയ്തു അറിയോ? ആ സരസ് എവിടെയാന്ന് എഴുതി വച്ചില്ല. അതെന്താ കാരണം? ഇവിടെ ഭാഗവതം മടക്കി വെച്ച് എന്നാ പിന്നെ മുങ്ങിയിട്ടെൻ്റെ കാര്യം, മനുഷ്യനൊരു പോക്ക് പോവും. അതുകൊണ്ട് വ്യാസഭഗവാൻ ഈ തടാകം എവിടെയാണെന്ന് എഴുതി വെച്ചില്ല. ചിലപ്പോൾ ആദ്യ ആണുങ്ങളായിരിക്കും ഓടുന്നുണ്ടാവുക. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യൻ പണം ചെലവഴിക്കുന്നത് സൗന്ദര്യത്തെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഉള്ള ക്രീമുകളൊക്കെ വാരിപ്പൂശി അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ഇതും യാഥാർത്ഥ്യം. എന്താ പറയുക, യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും സ്കിന്നിലല്ല. സൗന്ദര്യം എവിടെയാണ്? മനസ്സിലാണ്. അല്ലെങ്കിൽ ക്ലിയോപാട്ര ആയിരുന്നു അത്രയും ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായിട്ടുള്ളത്. അവസാനം സൂയിസൈഡ് ചെയ്തിട്ട് അവർ പോകുന്നത്. അപ്പോൾ എത്ര വലിയ ത്രിലോക സുന്ദരിയായാലും ശരി, മനസ്സ് ശരിയല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. അത് പഠിക്കുന്നില്ല. മനസ്സിനാണ് സൗന്ദര്യം എന്ന് ആരും പഠിക്കുന്നില്ല. എല്ലാവരും വിചാരിക്കണം ശരീരത്തിനാണ് സൗന്ദര്യം എന്നുള്ളതാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന അതിനാണ്. മനുഷ്യൻ പോട്ടെ, ആ വിഷയം തന്നെ വിട്ടേക്കും. അപ്പം ഇങ്ങനെ അവർക്ക് മക്കൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്തു എന്നാണ്. അന്നും വിമാനമുണ്ട് ആയിരിക്കണം. ഏതായാലും 9 മക്കളുണ്ടായി. ആ മക്കൾ വളർന്ന് വലുതായി. ഇവരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത്, നോക്കൂ എങ്ങനെയൊക്കെയാണ് ആ കല്യാണത്തിൻ്റെ കഥകൾ പോകുന്നതെന്നുള്ളത്. 7 പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് സപ്തർഷികളാണ്. ആരാണ്? 7 മക്കൾ. പിന്നെ 2 എണ്ണം. അതിൽ ഒരാളെ കല്യാണം കഴിച്ചത് വസിഷ്ഠ മഹർഷിയാണ്. എന്തായിരിക്കും പെൺകുട്ടിയുടെ പേര്? നിങ്ങളെല്ലാവരും രാമായണമൊക്കെ വായിക്കുന്നവരല്ലേ? വസിഷ്ഠ മഹർഷിയുടെ ഭാര്യയുടെ പേര് നിങ്ങൾ തന്നെയാണ് രാമായണം വായിക്കുന്നത് അല്ലേ? അതോ നിങ്ങളുടെ പ്രേതാത്മാവല്ലല്ലോ. ആരോ പറഞ്ഞു, അരുന്ധതി ദേവി. പിന്നെ ഒരാളെ ധർമ്മമൂർത്തിക്ക് കല്യാണം കഴിച്ചെടുത്തു. അങ്ങനെ 9 പേര് കഴിഞ്ഞു. കർദമൻ പറഞ്ഞു, ദേവി
ഞാൻ ഇനി തപസ്സിന് പോയിക്കോട്ടെ. അപ്പോഴാണ് ദേവി കൈകൊപ്പി പറയണത്, എനിക്കൊരു പുത്രനെ കൂടി തന്നിട്ട് വേണം, 9 കഴിഞ്ഞു, ഇനി ഒരു പുത്രനെ കൂടി തന്നിട്ട് വേണം, എന്നെ അനുഗ്രഹിച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ വ്രതനിഷ്ഠയുള്ള ആ ഭാര്യയിൽ ദേവഹൂതിയിൽ പുത്രോത്പാദനം ചെയ്ത് വന്ന കുട്ടിയാണ് ഭാരതത്തിൻ്റെ ഭാഗധേയം മാറ്റിമറച്ച ഹിന്ദു സംസ്കൃതിക്ക് ഏറ്റവും വലിയൊരു ശാസ്ത്രം തന്ന അവതാരമൂർത്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് കപില വാസുദേവൻ. അദ്ദേഹം ഭാരതത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ശാസ്ത്രമാണ് കപില ശാസ്ത്രം അഥവാ സാംഖ്യയോഗം എന്ന് പറയുന്നത്. ഈ കപില യോഗം, കപില ശാസ്ത്രം കൃഷ്ണൻ ഒരുപാട് കോപ്പി അടിച്ചിട്ടാണ് സെക്കൻഡ് ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പണ്ടേ കോപ്പി അടിച്ചിട്ടുണ്ട്. ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ചാപ്റ്ററിലെ മുഴുവൻ ശ്ലോകങ്ങളും എവിടെ നിർത്തിയിരിക്കുകയാണ്? കപില ശാസ്ത്രത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. കാബിലേയം എന്ന് പറയും, അതിനെ സാംഖ്യയോഗം എന്ന് പറയും. എന്താ പറയുക? ഈ സാംഖ്യയോഗമാണ് കപിലൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഒരു ദിവസം ആ ഭാഗം നമുക്ക് നോക്കാം. കാബിലിയോപാഖ്യാനം. ഒരു ദിവസം കർദമൻ അച്ഛൻ മകനോടും അമ്മയോടും പറഞ്ഞു, എനിക്ക് അമ്മ ഒരു വാക്ക് തന്നിട്ടുണ്ട്, പുത്രനായിക്കഴിഞ്ഞാൽ എൻ്റെ വഴിക്ക് പോവാന്നുള്ളത്. അത് എന്നെ അനുഗ്രഹിക്കണം, ഞാനിനി ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അച്ഛൻ പോയി. കാലം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പം അമ്മയ്ക്ക് മനസ്സിലായി, പുത്രനും ക്രമേണ ഇവിടുന്ന് സ്ഥലം വിടും, മക്കളെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മയ്ക്കൊരു വല്ലാത്തൊരു വിഷമം, ഒരു ഒറ്റപ്പെടൽ, ഏകാന്തത, ജീവിതത്തിൽ എന്തോ ഒന്നും നേടിയിട്ടില്ല, ഒരു ശൂന്യത. കാരണം നേടിയതെല്ലാം മക്കളൊക്കെ പോയി കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ഉള്ളത്? ഒന്നുമില്ല. മനസ്സിൽ ഒരു വലിയ എംപ്റ്റിനെസ്, മനസ്സിൽ വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെടണം. ആ പുത്രൻ്റെ കാൽക്കൽ വീണിട്ട് പറയണ, എനിക്കറിയാം, മകനോട് പറയണു, അങ്ങയ്ക്കറിയാത്തതായി ഒന്നും ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്തൊരു അന്ധകാരത്തിലാണ്. എന്നെ ആ അന്ധകാരത്തിൽ നിന്നും ഒന്ന് ഉയർത്തണം. പല ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിനെ ഒന്ന് ഉണർത്തണം എന്ന് പറഞ്ഞപ്പോൾ കപില ഭഗവാൻ അമ്മയുടെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ശാസ്ത്രമായിട്ടാണ് കാബിലിയോപാഖ്യാനം അവതരിപ്പിക്കപ്പെട്ടത്. നമുക്ക് ആ ഒരു ഭാഗം 25-ാം അധ്യായത്തിലൂടെ കാണാം. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ എന്തുപദേശമാണ് അമ്മയ്ക്ക് കൊടുത്തത്? 25-ൽ 13-ാം ശ്ലോകത്തിൽ പറയും, യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്ത ഉപരതിര്യത്ര ദുഃഖസ്യ ച സുഖസ്യ ച. ആധ്യാത്മിക യോഗം. വളരെ ശ്രദ്ധിക്കണം, ഈ ഒരു വാക്ക് നമ്മളാരും പരിചയപ്പെട്ടില്ല. ആത്മീയ യോഗം എന്നാണ്. ആത്മീയ യോഗം എന്നാൽ മനസ്സിൻ്റെ യോഗം എന്നർത്ഥം. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവോ അധ്യാത്മമുച്യതേ, മനസ്സാണ് ആത്മീയത എന്ന് ഗീതയിൽ 8-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ. ഇപ്പം മനസ്സാണ് ആത്മീയം. ഇപ്പം മനസ്സിനെ യോഗ ചെയ്യിക്കുക പറഞ്ഞാൽ സാധന ചെയ്യിക്കുക. മനസ്സിനെ കൊണ്ട് സാധന ചെയ്യുന്നതാണ് ആത്മീയ ജീവിതം. ഇത് നിങ്ങളെല്ലാം എഴുതി വെക്കണം. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ പോയി തൊഴുതു പോകുന്നതല്ല, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതല്ല. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൊണ്ട് സാധന അനുഷ്ഠിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉപാസന ചെയ്യിക്കുന്നതാണ്. എന്ത്? അവർക്ക് പറയൂ, ആത്മീയത എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? പ്രാർത്ഥനയല്ലത് വാസ്തവത്തിൽ. നമ്മൾ പ്രാർത്ഥന എന്നുള്ള വാക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കത് പ്രാർത്ഥനയല്ല, അത് സാധനയാണ്. സാധന എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയോടെ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തെയാണ് എന്ത് പറയുക? ഇപ്പം പാട്ടുകാർ സാധകം എന്ന് പറയും. സാധകം എന്ന് പറഞ്ഞാൽ ഡെയിലി പാടുക, ഡെയിലി പരിശീലിക്കുക, ഇതുപോലെ കൺസിസ്റ്റൻ്റായിട്ട് റെഗുലർലി ജപിക്കുക. അങ്ങനെ ജപിക്കാൻ ഒരാൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് യോഗം ചെയ്യും. ആരോട്? അത് ക്രമേണ ഉണർന്നും ഉയർന്നും വന്ന് മനോബലത്തിലേക്കത്
ഉയരും. അങ്ങനെ ക്രമേണ ക്രമേണ അത്യന്ത ഉപരതിര്യത്ര ദുഃഖസ്യ ച സുഖസ്യ ച, ദുഃഖത്തെയും സുഖത്തെയും നമുക്ക് സമചിത്തമാക്കിയെടുക്കാൻ അവർക്ക് പറയൂ സാധിക്കും. അപ്പം നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ്? എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? മനസ്സിനെ കൊണ്ട് സാധന ചെയ്യിക്കാൻ. ആരെ കൊണ്ട്? ഇപ്പം മനസ്സാണ് നാമം ജപിക്കേണ്ടത്, മനസ്സാണ് നാമം ജപിക്കുന്നതിൽ മുഴുകേണ്ടത്. സോ ഓൾ റിലേറ്റഡ് ടു ദ മൈൻഡ്. മനസ്സാണ് ഇവിടെ നേരെയാക്കേണ്ടത്. അപ്പം നിങ്ങൾ വെറുതെ തൊഴുതുപോയി പ്രാർത്ഥിച്ചതുകൊണ്ടും മറ്റും കൂടെ വന്നില്ലേ നിങ്ങൾ? യാതൊരു കാര്യവുമില്ല. ഇതാണ് കപിലൻ പഠിപ്പിക്കുന്നത്. കാരണം അടുത്ത വരി എല്ലാവരും അണ്ടർലൈൻ ചെയ്യുക. 15-ാം ശ്ലോകം, ഛേദഖലസ്യ ബന്ധായ മുക്തയേച്ച ആത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മനസ്സിൻ എന്താ പറയുന്നത്? ഛേദ ഖലു ബന്ധായ. ഛേദസ് എന്ന് പറഞ്ഞാൽ ചേതസ്, ചേതോ വികാരം, മനസ്സ്. ചേതസ് എന്നാൽ മനസ്സാണ് സകല ദുരിതങ്ങൾക്കും കാരണം. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം മനസ്സ് എങ്ങോട്ട് പോകുന്നു എന്ന് പലരും അവനവൻ്റെ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ക്രമേണ ക്രമേണ കുറച്ചു നേരം കണ്ണടച്ച് ജപിച്ച് ഒരു അന്തർമുഖത്തിലേക്ക് വന്നാലേ മനസ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് നമ്മൾ അറിയാൻ സാധിക്കുള്ളൂ. സ്വന്തം മനസ്സിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവർക്ക് പറയൂ കാണാൻ സാധിക്കും. അതുകൊണ്ട് കപിലൻ പറയും, ദിവസവും നമ്മൾ ഉപാസന അനുഷ്ഠിക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കാണ് കടന്ന് വരുന്നത്. ഇതൊക്കെ നമുക്ക് വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കുട്ടികൾ ഇന്നിപ്പം വലിയൊരു വിഷമം വെച്ചാൽ ഭൂരിപക്ഷം ആളുകളും അമ്പലത്തിൽ അങ്ങനെ തൊഴുതു മറഞ്ഞു പോവുകയാണ്. അവരറിയുന്നേയില്ല അവരുടെ മനസ്സിനെയാണ് അവർക്ക് നേരെയാക്കി എടുക്കേണ്ടത്. മനസ്സാണ് എല്ലാറ്റിനും അവർക്ക് പറയൂ കാരണം. മനസ്സിൽ കുറേ വേണ്ടാത്ത വിഷമങ്ങളും ദുർബലതകളും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു പോയിട്ടും അവർക്ക് പറയൂ കാര്യമില്ല. ഈ ദുർബലതകൾ മാറാൻ നിരന്തരമായ അനുഷ്ഠാനങ്ങളൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു. അതുകൊണ്ട് അമ്മേ, ഏത് വ്യക്തിക്കും മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും. നമ്മൾ ആരും സത്യത്തിൽ കഴിവുകെട്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ന്യൂനതകൾ ഉള്ളവരോ അല്ല. പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, മെനക്കെടാൻ തയ്യാറുണ്ടെങ്കിൽ ആർക്കും അവരുടെ മനസ്സിനെ അവർക്ക് പറയൂ. ഇപ്പം ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുകയല്ല, നിങ്ങൾ ഭഗവാനെ പരിഹസിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുകയല്ല, നിങ്ങൾ ഭഗവാനെ എന്താ പരിഹസിക്കുക പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവിനെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. എന്നിട്ട് ഭഗവാനെ കുറ്റം പറയുക. അതൊരു തരം പരിഹാസമല്ലേ? ആണോ അല്ലയോ? അവനവന് കിട്ടിയിരിക്കുന്ന സമയം, അവനവന് കിട്ടിയിരിക്കുന്ന ബുദ്ധി, അവനവന് കിട്ടിയിരിക്കുന്ന ശക്തി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? കാലത്ത് എണീക്കേണ്ടെന്ന് ഏതെങ്കിലും ഗുരുവായൂരപ്പൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? പറഞ്ഞിട്ടുണ്ടോ? കാലത്തെണീറ്റ് ജപിക്കേണ്ടെന്ന് ഭഗവാൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ? കാലത്തെണീറ്റ് കുറച്ചു നേരം ഇതിനൊക്കെ വേണ്ടി സമയം ചെലവഴിക്കാൻ ആരെങ്കിലും നിങ്ങളോട് വേണ്ട പറയുന്നുണ്ടോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഇല്ല. എന്നിട്ട് എന്തേ രാവിലെ എണീറ്റ് ചെയ്യാത്തത്? അല്ല, നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മുടെ കുട്ടികൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ? അതാരാ വഴിതെറ്റിച്ചത്? ആരാ വഴിതെറ്റിച്ചത്? പറയൂ നിങ്ങൾ. അപ്പം നമ്മൾ വഴിതെറ്റിച്ചു കൊടുത്തു. അപ്പം അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റണം. ഒന്ന്, തൊഴുതു പോവുക എന്നത് നമ്മുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവരുത്. ഞാൻ അമ്പലത്തിൽ പോകുന്നത് തൊഴുതു പോകാൻ. പിന്നെ എന്തിനാണ്? ജപിച്ച് സമർപ്പിക്കാൻ. ഈ 2 വാക്കുകൾ ഓർമ്മ വേണം. ജപിക്കുക, സമർപ്പിക്കുക. മനസ്സിനെ കൂടുതൽ കൂടുതൽ ജപത്തിലേക്ക്. അതിനാണ് ഒരു 108 തവണയൊക്കെ അമ്പലത്തിൽ പോയി എന്ത് ചെയ്യണം? ജപിക്കണം.
പിന്നെ രണ്ടാമത്തത്, ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥന എന്ന് പറയുന്നത് ഉണ്ടാവരുത്. പ്രാർത്ഥിക്കാനല്ല നമ്മൾ പോകുന്നത്. പരിശീലിച്ച് മനസ്സിനെ എന്ത് ചെയ്യണം? അത് ഉയർത്തണ്ട. അത് പരിശീലിക്കും തോറും ഉയർന്നോളും. എന്താ ഒരു മാറ്റം നോക്കൂ നിങ്ങൾ പിന്നെ ഒന്നും പ്രാർത്ഥിക്കണ്ട. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സ് മാറുമ്പോൾ പലതും അങ്ങനെ നടക്കാൻ തുടങ്ങും. വിചാരിച്ചതിലപ്പുറത്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ എല്ലാം അങ്ങനെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങും. ആ സങ്കല്പത്തിൻ്റെ ശക്തിയാണത്. എല്ലാം ഒരു കൂട്ടി വരും. മനസ്സിലാവുണ്ട് ഞാൻ പറയണത്? നമ്മളങ്ങനെ സങ്കല്പിച്ചങ്ങനെ പോയാൽ മതി. ഭഗവാൻ അതെല്ലാം നടക്കേണ്ട സമയത്ത് നടത്തും. പക്ഷെ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അത് നടത്തി തരണം, ഇത് നടത്തി തരണം. കാരണം നമുക്ക് നടക്കില്ല എന്നുള്ളൊരു ഭയം. അതെന്തുകൊണ്ടാണ്? മനസ്സ് ശരിയില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല. മനസ്സിലാവുണ്ട് ഞാൻ പറയണത്? അപ്പം തൊഴൽ വേണ്ട, പ്രാർത്ഥനയും വേണ്ട. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, വിശ്വാസവും വേണ്ട. ദൈവത്തെ നിങ്ങളാരും വിശ്വസിക്കരുത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. കാരണം ദൈവം വിശ്വസിക്കേണ്ട ആളല്ല. ദൈവം എന്ന് പറയുന്നത്, വിശ്വസിക്കുക എന്ന് പറയുന്നത് ആ വാക്കിനൊരു ആത്മാർത്ഥത കുറവുണ്ട്. ഈ കൈ എൻ്റെ കൈ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കണം. എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? എനിക്കൊരു തലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണോ? വേണോ? വേണ്ട. അതിനെന്താ പറയുക? ഇതെൻ്റെ തലയാണെന്നുള്ളത് എനിക്ക് അറിയാം, എനിക്ക് ഉറപ്പാണ്. ഇതെൻ്റെ കൈയാണെന്ന് പറയൂ, ഉറപ്പാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശ്വരൻ ആരാണ്? ഗീതയിൽ 18-ാം അധ്യായത്തിൽ 61-ാം ശ്ലോകം കൃഷ്ണൻ പറഞ്ഞെടുത്താൽ മതി, ഞാൻ പറയുന്നതല്ല. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് മാത്രം എടുത്താൽ മതി. അത് നിങ്ങൾ ഉൾക്കൊള്ളണം, അത്രേ വേണ്ടു. ഗീതയിൽ 18-ാം അധ്യായത്തിൽ 61-ാം ശ്ലോകം അവിടെ പറയുന്നത്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. അർജുന എന്നുള്ളത് വിട്ടോളൂ, അർജുനോട് പറയുന്നതുകൊണ്ടാണ് അർജുന എന്നുള്ളത്. അപ്പം ആരാണ് ഈശ്വരൻ? സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ആളാണ് ആര്? ഈശ്വരൻ. ഇനി ഏത് രൂപത്തിലായിരിക്കണത്? ഭഗവാൻ ഏത് രൂപത്തിലാണ്? അത് നമ്മൾ കാണണമെങ്കിൽ 10-20-ാം ശ്ലോകം ഗീതയിൽ കുറച്ച് ശ്ലോകങ്ങൾ നോക്കുക. 10-20 പറയുന്നു, അഹം ആത്മാഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഞാൻ എല്ലാവരുടെ ഉള്ളിലും ഏത് രൂപത്തിൽ? ആത്മാരൂപത്തിൽ. ഇനി എന്താണ് ഈ ആത്മാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? 15-15 എടുക്കുക. ഈ ശ്ലോകം നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ ദിവസം നിങ്ങൾക്ക് ഈശ്വരൻ കൂടെ ഉണ്ടതായിട്ട് ബോധ്യം വരും. 15-15 പറയണത്, സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ട മത്ത സ്മൃതി ജ്ഞാനമപോഹനം ച വേദൈച്ച സർവൈരഹമേവ വിദ്യ വേദാന്തകൃദ്വേദ വിദേവ ചാഹം. എന്താ പറയുന്നത്? മത്തൻ എന്ന് പറഞ്ഞാൽ മത്തൻ കഴിക്കുന്ന മത്തനല്ല. എന്നിൽ നിന്നാണ് മനസ്സുണർന്ന് ഓർമ്മകൾ ഉണർന്നു വരുന്നത്. എന്നിലാണ് മനസ്സ് നിലനിൽക്കുന്നത്. എന്നിലേക്കാണ് മനസ്സ് രാത്രി കെട്ടടങ്ങുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്നത് ആരാണ്? കൂടെ വന്നില്ല. നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന ശക്തിയാണ് ഭഗവാൻ. ആരാ ഉണർത്തുന്നത്? ഭഗവാൻ. നിങ്ങൾക്ക് സ്വയം മനസ്സിനെ ഉയർത്താനുള്ളൊരു കഴിവില്ല. ശരീരവുമല്ല മനസ്സിനെ ഉയർത്തുന്നത്, ശൂന്യതയിൽ നിന്നല്ല മനസ്സ് വരുന്നത്. ആ മനസ്സിനെ ഉയർത്തുന്ന ശക്തിയാണ് ആര്? അവർക്ക് പറയൂ നിങ്ങൾ, ആത്മാവായ ബോധസ്വരൂപനായ ഭഗവാൻ. ഇനി നിങ്ങൾ പറയൂ, അങ്ങനെ ഒരു ബോധസ്വരൂപം ശക്തിയിൽ നിന്നാണ് മനസ്സുണരുന്നെങ്കിൽ ആ ബോധം എന്നതൊരു വിശ്വാസമാണോ, ഒരു യാഥാർത്ഥ്യമാണോ? അതൊരു യാഥാർത്ഥ്യമാണോ, വിശ്വാസമാണോ?
അപ്പോൾ ഭഗവാനെ നമ്മൾ വിശ്വസിക്കുകയാണോ വേണ്ടത്? ഭഗവാൻ ഒരു സത്യമാണോ? ഉറക്കെ പറയൂ. സത്യമായതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസം എന്ന ഭാഷയുണ്ടല്ലോ, അത് നമ്മുടേതല്ല. അത് സെമിറ്റിക് മതങ്ങൾ അടിച്ചേൽപ്പിച്ച വാക്കാണ്. ഏത്? കാരണം അവർക്ക് ദൈവം സ്വർഗസ്ഥനായ പിതാവാണ്. അപ്പം സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയില്ല, അത് ഫ്രിഡ്ജിലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന്. പാല് തീർന്നു, ഫ്രിഡ്ജിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. മുഴുവൻ എടുത്തിട്ടില്ലെങ്കിൽ എവിടെ ഉണ്ടാവും? നിങ്ങൾക്ക് ഉറപ്പില്ല. നിങ്ങളുടെ കൈവശമുള്ളത് നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൈവശമില്ലാത്തതിനെ മാത്രമേ നമുക്ക് ഉറക്കെ പറയൂ കൂടെ വന്നില്ല. നിങ്ങളുടെ കൂടെയുള്ളതിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ കൈവശമില്ലാത്തത് മാത്രമേ വിശ്വസിക്കേണ്ടതുള്ളൂ. അപ്പൊ ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ കൂടെ ഇല്ല എന്ന് പഠിക്കുക. ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എൻ്റെ കൂടെയല്ല, എവിടെയോ ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെ വേറെയാണെന്ന് ചിന്തിക്കുന്നത് നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് ക്ഷുദ്രദൈവസ്ഫുടേ എന്നാണ്. ഏത് മനസ്സാണ്? അയം നിജ പരോവ്യക്തി ഘടനാല് കുചേതസ ഉദാരചരിതാനം തുവസുദൈവ കുടുംബകം എന്നാണ് ഋഷി എഴുതി വച്ചിരിക്കുന്നത്. ആരാണോ വേറെയെന്ന് കാണുന്നത് അവർക്കൊരിക്കലും ശാന്തിയും സമാധാനവും അവർക്ക് പറയൂ നിങ്ങൾ. അപ്പം ഈശ്വര വിശ്വാസമാണോ വേണ്ടത്? ഈശ്വരൻ സത്യമാണോ? അവർക്ക് പറയൂ. ഈശ്വരൻ കൂടെയുണ്ടെന്ന് എപ്പോഴും അറിവുണ്ടാവണം. നമുക്ക് എന്തുണ്ടാവണം? അറിവിൽ, ഓർമ്മയിലുണ്ടാവണം. ഈശ്വരൻ എപ്പോഴും കൂടെയുണ്ട്. മനസ്സിലായില്ല? എപ്പോഴും ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉള്ളത് എന്നാണ്. ആരുള്ളത് കൊണ്ട്? കാരണം ഉണർത്താൻ ഈശ്വരൻ ഇല്ലെങ്കിൽ ഞാനില്ല. എനിക്ക് ഞാനെന്ന് പറയണമെങ്കിൽ മനസ്സ് ഉണർന്നു വരണം. എന്നെ ഉണർത്തിക്കൊണ്ടുവരണമെങ്കിൽ ആര് വേണം? ആര് വേണം? ഭഗവാൻ വേണം. അപ്പം കപിലൻ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയോട്, അമ്മേ, ജീവിതം ഒരിക്കലും പാഴിലാക്കരുത്. ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് മനസ്സിനെ ഉയർത്താനായിട്ടാണ്. അപ്പം ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരൻ്റെ നിറവോടെ ഇരിക്കുന്നവരാണ്. ആരുടെ നിറവ്? ഈശ്വരൻ്റെ പൂർണ്ണത അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഉള്ളിലുള്ള ആ മഹത്വം നമ്മളാരും അറിയുന്നില്ല. അപ്പം ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ വൈഭവത്തിലേക്ക്, മഹിമയിലേക്ക് നമ്മളെ തട്ടി ഉണർത്തണം. അതൊന്ന് ഉയർന്നു പോയവർ പറയുന്ന അവസാനത്തെ വരികളാണ് പൂർണ്ണമിതം. അപ്പോൾ ഒരു പൂർണ്ണത ഉള്ളത് കൊണ്ടല്ലേ ഒരു കടലിലേക്ക്, ഒരു സാഗരത്തിലേക്ക്, നദി അങ്ങോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ആപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തിയദ്വത് തദ്വത്കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. ആ പൂർണ്ണതയിലേക്ക് ഞാൻ എത്തി, ഇനി എനിക്ക് അങ്ങോട്ടും വരാനുമില്ല. അപ്പോൾ ഈ പൂർണ്ണത എവിടെയുണ്ട്? എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഉള്ളിലായി ജീവിതം മാത്രം. എതിലേക്ക് നോക്കുന്നില്ല, ഉള്ളിലേക്കാരും ഇറങ്ങിച്ചെല്ലുന്നില്ല. വാഴണം നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ വാഴണം. ആ ഒരു കാര്യത്തിൽ ഹിന്ദുക്കൾ അല്പസമയം ഒന്ന് ചെലവഴിച്ചിരുന്നെങ്കിൽ എന്തൊരു പരിവർത്തനമുണ്ടാകുമായിരുന്നു. അവിടെയാണ് കപിലൻ 26-ാം അധ്യായത്തിൽ സാംഖ്യശാസ്ത്രത്തെ പറയുന്നത്. ഇനി നമ്മൾ സാംഖ്യശാസ്ത്രത്തെ പഠിക്കുകയാണ്.
എന്താണ് സാങ്ക്യം? സാങ്ക്യം എന്ന് പറഞ്ഞാൽ സംഖ്യ, എണ്ണി തിട്ടപ്പെടുത്തി എടുക്കുന്നതാണ് സാങ്ക്യം, സംഖ്യ. നോക്കൂ, നിങ്ങൾ ഇത്രയും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് ലോകത്തിലാരും പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ കഷ്ടകാലത്തിൽ നമ്മൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്, ഇതിനെ വിളിക്കുക പഞ്ചഭൂതാത്മകം ദേഹം. എന്താണ് പഞ്ചഭൂതാത്മകം ദേഹം? പറയൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായി നിലനിന്ന് തിരിച്ചത് എതിലേക്ക് പോകുന്നു? പഞ്ചഭൂതങ്ങളിലേക്ക് പോകുന്നു. അപ്പം നോക്കൂ, നിങ്ങളില്ലാതെ ആവില്ല, നിങ്ങളാരും ഇല്ലാതെ ആവുന്നില്ല. എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തിരിച്ചു പോകുന്ന. ഇതിലിപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല. ആർക്കും ഇതിനെ തടയാനും സാധ്യമല്ല. കാരണം പ്രകൃതിയുടെ സ്വഭാവം അതാണ്, പ്രകൃതിക്കുള്ള ചലന സിദ്ധാന്തം അതാണ്. എവിടെ നിന്ന് വന്നുവോ അവിടേക്കത് തിരിച്ചു പോകും. ഇപ്പം ഞാനും നിങ്ങളൊക്കെ മരണത്തെ പേടിക്കേണ്ട കാര്യം, ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കേണ്ട ഇത്തിരി ഇല്ല, ദിവസവും അല്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കംപ്ലീറ്റ്ലി ഇതിന്ന് ഇങ്ങോട്ട് ഡിറ്റാച്ച്ഡ് ആവുന്നു മാത്രം. മനസ്സിലായില്ലേ? ഇപ്പം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തിൽ നമുക്ക് 5 ജ്ഞാന ഇന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും തന്നിട്ടുണ്ട്. ജ്ഞാനം നമുക്ക് നേടിത്തരുന്ന ഇന്ദ്രിയങ്ങളെയാണ് ജ്ഞാന ഇന്ദ്രിയങ്ങളെന്നും, കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെയാണ് കർമ്മേന്ദ്രിയങ്ങൾ. ഇതൊക്കെയാണ് ഈ ശരീരത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരമാണ് എല്ലാം എന്ന് തെറ്റിദ്ധരിക്കുന്നത്. കാരണം നമ്മൾ കാണുന്നതും പ്രവർത്തിക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ശരീരത്തിലൂടെയാണ്. പക്ഷേ ഒന്നുകൂടി നമ്മൾ ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ പഞ്ചഭൂതാത്മക ദേഹം ഇത് ചലിക്കണമെങ്കിൽ ഇതിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തി വേണം, ഒരു പവർ വേണം. ഇപ്പം നമ്മൾ ഹോഴ്സ് പവർ എന്ന് പറയുന്ന പോലെ അല്ലേ, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ചലിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് പ്രാണോർജം എന്ന് പറയുന്നത്. ഏതാണ് പ്രാണോർജം? 74,000 നാഡികളിലൂടെയാണ് ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ ചലിക്കുന്നത്. പ്രാണനാണെങ്കിലോ 5 സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ശരീരത്തെ ചലിപ്പിക്കുകയാണ്. എവിടേക്കാണ് 5 സ്ഥലങ്ങൾ? മൂർധാവിലിരുന്ന് പുറത്തുള്ള ഓക്സിജനെ അത് അകത്തേക്ക് വലിച്ചെടുക്കുന്നു. പിന്നീട് ഈ വലിച്ചെടുത്ത പ്രാണനെ അത് നേരെ ബ്ലഡിലേക്കൊക്കെ കൊണ്ടുപോയി താഴോട്ട് കൊണ്ടുപോകുന്നു. ഗ്രാവിറ്റി പോലെ പ്രവർത്തിക്കുന്ന പ്രാണോർജത്തിൻ്റെ പേരാണ് അപാന ഊർജം എന്ന് പറയുന്നത്. ഇനി ശരീരത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാൻ സമാന ഊർജമുണ്ട്, പ്രാണനുണ്ട്. അത് രക്തമായി ശരീരത്തിലെത്തിക്കാൻ നമ്മുടെ ശരീരത്തിൽ വ്യാനപ്രാണനുണ്ട്. അത് കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡിനെ പോലുള്ള വാതകങ്ങളൊക്കെ പുറത്തേക്ക് തള്ളാൻ, ഊർധ്വം മുകളിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രാണനാണ്. അതേതാണ്? പ്രാണൻ, അപാനൻ, ചലിപ്പിക്കുന്ന സമാനൻ, വ്യാനൻ, ഇത് ഉദാനൻ. ഇതാണ് ഉദാനൻ. ഇങ്ങനെ 5 പ്രാണന്മാർ എവിടെ പ്രവർത്തിക്കുന്നു? ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ അവയവങ്ങളൊക്കെ ചലിക്കുന്നത്. നിങ്ങളുടെ കേമത്വം കൊണ്ടാണോ? ആണോ? അല്ല. ഇനി മനസ്സ് അടുത്തതാണ്. ഈ ശരീരത്തിന് ചലിക്കാനുള്ള നിർദ്ദേശങ്ങളും മറ്റും കൊടുക്കുന്നത് മനസ്സാണ്. ആ മനസ്സാണെങ്കിൽ എവിടെ ഇരിക്കുന്നു? പ്രാണനിൽ ചേർന്നിരിക്കുന്നു എന്നാണ്. എവിടെയാണ്? ശരിക്കും മനസ്സിനും ശരീരത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ശരീരത്തിൻ്റെ വേദനകളും മറ്റൊക്കെ അറിയുന്നത് ഏതിലൂടെയാണ്? പ്രാണനിലൂടെയാണ്. അപ്പം മനസ്സ് പ്രാണനിലേക്ക് അങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ട്. മനസ്സ് വ്യാപിച്ചിരിക്കുകയാണ്. മനസ്സ് ശരീരത്തിനകത്തും പുറത്തും വ്യാപിച്ചിരിക്കുകയാണ്. മനസ്സിന് പ്രത്യേകിച്ച് യാതൊരു രൂപഭാവങ്ങളൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള മനസ്സും പ്രാണനും ചേർന്നിരിക്കുന്ന ഈ കൂട്ടിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ജീവൻ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ജീവൻ. അപ്പോൾ ഈ കൂട്ടിലാണ്, ഈ ജീവൻ്റെ കൂട്ടിലാണ് മനസ്സ് പല വികാരങ്ങളെയും അനുഭവിക്കുന്നതും ഓർക്കുന്നതും സ്മരിക്കുന്നതും ഒക്കെ. അങ്ങനെ ജന്മജന്മാന്തരങ്ങളായി
നമ്മൾ അനുഭവിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ വലിയൊരു റെക്കോർഡ് കിടക്കുകയാണ്. ഈ അക്യുമുലേറ്റഡ് ആയിരിക്കുന്ന, സ്റ്റോർഡ് ആയിരിക്കുന്ന റെക്കോർഡിനെയാണ് വാസന എന്ന് വിളിക്കുക. അതാണ് ഓരോരുത്തരുടെയും സ്വഭാവങ്ങളും ശീലങ്ങളും സംസ്കാരങ്ങളുമായി മാറിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഈ മനസ്സെന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് അതിന് യാതൊരു രൂപമോ ഭാവമോ ഒന്നും, ഗുണവും മണവും ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് എന്ത്? മനസ്സെന്ന വലിയ കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണത്. വലിയ ഉപകാരമുള്ള സാധനമാണത്. ഏത്? മനസ്സെന്ന് പറയുന്നത്. അപ്പം ഈ മനസ്സിനെ പഠിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുക. മനസ്സിൻ്റെ പിന്നിൽ മനസ്സിനെ ഉണർത്തിക്കൊണ്ടുവരുന്ന, നേരത്തെ പറഞ്ഞില്ലേ, പരമാത്മ ശക്തിയുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക നിങ്ങൾ, ശരീരം ചലിപ്പിക്കുന്ന പ്രാണൻ, പ്രാണനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മനസ്സ്, ആ മനസ്സിൻ്റെ ഉറവിടമായിരിക്കുന്ന പൂർണ്ണ ബോധം. ഇതാണ് നമ്മുടെ ഒരു വ്യക്തിത്വത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്. ഏതൊക്കെയാണെന്ന് പറയൂ. പഞ്ചഭൂതമായ ശരീരം, അതിനെ ചലിപ്പിക്കുന്ന പ്രാണൻ, 5 പ്രാണന്മാരുണ്ട്. ആ പ്രാണനോടുകൂടി ചേർന്ന് ശരീരത്തിന് നിർദ്ദേശം കൊടുക്കുന്ന, പ്രേരണ കൊടുക്കുന്ന വാസനകളടങ്ങിയ മനസ്സുണ്ട്. ഈ വാസനകളൊക്കെ ഉണർത്തി നിലനിർത്തുന്ന ഒരു പൂർണ്ണ ബോധമുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു, ഇങ്ങനെയൊക്കെ നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ടോ മനുഷ്യനെക്കുറിച്ച് ഇത്ര ആഴത്തിൽ? ഇതൊക്കെയാണ് കപിലൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അമ്മയ്ക്ക്. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ ജീവിതത്തിൽ നിരന്തരം സാധന അനുഷ്ഠിച്ചാൽ ഏത് ദുഃഖ ദുരിതത്തിൽ നിന്നും മനുഷ്യന് പുറത്തു കിടക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുണ്ടല്ലോ ജീവിതത്തെ തെറ്റായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത്, അതായത് നമുക്ക് 100 പ്രശ്നങ്ങളുണ്ടാവും. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, മക്കൾ നോക്കാത്ത പ്രശ്നമുള്ളവരുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും വകവയ്ക്കരുത്. എപ്പോഴും ഓർക്കുക, മനസ്സിനെ നാമത്തിൽ സമർപ്പിച്ചാൽ പൂർണ്ണതയിലെത്താം. എന്താ പറയുന്നത്? അവർക്ക് പറയൂ. മനസ്സിനെ നാമത്തിൽ അർപ്പിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണത വേണോ? പൂർണ്ണത വേണോ? വേണോ? അപ്പം അതിനെന്ത് വേണം? മനസ്സിനെ നാമത്തിൽ അർപ്പിക്കണം. അതിന് പണിയെടുക്കണം. അത് തിരുമേനിക്ക് 10 രൂപ കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ലത്. ഇതിനാര് തന്നെ പണിയെടുക്കണം? ആര് പണിയെടുക്കണം? അവനവൻ തന്നെ പണിയെടുക്കണം. ഇത് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ പിന്നെ ആരെ ഓർത്ത് ദുഃഖിക്കും? എന്തിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കും? ജീവിതത്തിൽ ആരെയും ഓർത്ത് ദുഃഖിക്കേണ്ട യാതൊരു വേസ്റ്റേ ആക്കരുത്. അവർ നോക്കിയില്ലേ, അവർ ചോർന്നു, ഇവർ മാന്തി എന്നും പറഞ്ഞിരുന്നാൽ മാന്തി അവിടെ ഇരിക്കുന്നേ വഴിയുള്ളൂ. ഈ ജീവിതത്തിൽ നിങ്ങളെ ആർക്കും പൂർണ്ണമായി സ്നേഹിച്ച് തൃപ്തിപ്പെടുത്തി വിടുന്ന ആരും പോവില്ല. 9-ാമത്തെ സ്കന്ധത്തിൽ യയാതി പറയുന്നൊരു വരികളുണ്ട്. ഇന്ന കാമം ഉപഭോഗേന ശാമ്യതി. സ്നേഹം, സുഖം, തൃപ്തി ഇതൊന്നും മറ്റുള്ളവരിൽ നിന്ന് കിട്ടി തൃപ്തിപ്പെടാമെന്ന സ്വപ്നം പോലും വിചാരിക്കേണ്ട. ഇതേതുപോലെ വെച്ചാൽ ഹവിഷ കൃഷ്ണവത്തേന ഭൂയയേവാഭിവർത്തതേ. കത്തുന്ന തീയിലേക്ക് നെയ്യൊഴിക്കുന്ന പോലെയാണ് ഈ വികാരങ്ങളൊക്കെ. ആദ്യമൊക്കെ തോന്നുമോ സന്തോഷം, സ്നേഹം എന്നൊക്കെ. പിന്നെ തോന്നും പണ്ടത്തത്ര ഇതൊന്നും മിണ്ടാത്തത് നിങ്ങൾ. ഇപ്പം നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഇത്തിരി പൈസ കടം വേണമെന്നുണ്ടെങ്കിൽ അവർ സ്നേഹത്തിൻ്റെ തീവ്രത കൂടില്ലേ? ഇതൊന്നും മിണ്ടാത്തത് വളരെ കൂടുതലായിരിക്കും. പൈസ കിട്ടിയതിന് ശേഷം ആ സ്നേഹം കുറഞ്ഞു ആണോ? പിന്നെ നിങ്ങളുടെ ആവശ്യമില്ല. പിന്നെ എന്തിൻ്റെ ആവശ്യമുള്ളൂ? ഇതൊന്നും മിണ്ടാത്തത് നിങ്ങൾ. ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ കല്യാണത്തിന് ഭയങ്കര ഡൗറിയൊക്കെ കൊടുക്കണം. അപ്പം അവിടെ കാറ്, വീട് അങ്ങനെയൊക്കെയുള്ളതൊക്കെ കൊടുക്കണം, പൈസ. അപ്പം ഈ അച്ഛൻ മകനോട് ചോദിക്കുകയാണ്, നീ പോയി പെണ്ണൊക്കെ കണ്ടുവെന്ന്. പെണ്ണൊക്കെ കണ്ടു, ബ്രോക്കറായിട്ടൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പം എന്തൊക്കെയാണ് ഉറപ്പിച്ചത്? ഒരു വീട്, ഒരു കാറ്, പിന്നെ ഇത്രയും പൈസ എന്ന്. അപ്പം അച്ഛൻ ചോദിക്കുകയാണ്,
അത്രയൊക്കെ താങ്ങാനുള്ള കഴിവ് അവർക്കുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ കഷ്ടമല്ലേ എന്ന്. അച്ഛൻ ഇത്തിരി മനുഷ്യത്വമുള്ള ഒരാളാണ്. അങ്ങനെ അച്ഛൻ ഭാഗവതമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മകൻ പറയുന്ന ഒന്നും ഒഴിവാക്കാമെന്ന്, ഒന്നും ഒഴിവാക്കുക, ബാക്കി മേടിക്കാമെന്ന്. അപ്പോൾ ഏതാ ഒഴിവാക്കുക? പെണ്ണിനെ ഒഴിവാക്കാമെന്ന്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നാലും സ്വത്തിന് യാതൊരു കുറവും പാടില്ല. ഇതാണ് മനുഷ്യ ജീവിതം. അപ്പോൾ ആരുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കൂ, മെൻ്റലി ആരും ഒന്നുകൊണ്ടും തൃപ്തരല്ല, തൃപ്തരാക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒരു കാര്യമുള്ളൂ ഇവിടെ. എന്താ കാര്യം? സ്വയം പൂർണ്ണതയിലേക്ക് ഉയരാം.